വി ഡി സതീശൻ എങ്ങനെയാണ് കെ സുധാകരനെ അള്ളുവെച്ച് പുറത്താക്കിയത്? വി ഡി സതീശൻ്റെ താല്പര്യപ്രകാരമായിരുന്നു AICC കൃത്യമായി ആലോചിച്ച് കേരള ഘടകത്തിൽ ഒരു പുനഃസംഘടന എന്ന രീതിയിലേക്ക് പരിഷ്കാര നടപടികൾ ആരംഭിച്ചത്? ദീപാദാസ് മുൻഷി ആരാണ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്? കെ സുധാകരൻ വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് മനസ്സ് തുറന്ന് പറഞ്ഞതാണ് താൻ പരിപൂർണമായി തൃപ്തനല്ലായിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും തുടരാൻ അനുവദിക്കും എന്നായിരുന്നു കരുതിയത്. എന്നാൽ വി ഡി സതീശനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഒരു പരിധി വരെ അതിന് വിലങ്ങുതടിയായി. എന്നാൽ രമേശ് ചെന്നിത്തല വി ഡി സതീശനെ ഒന്നും ഒരു തെല്ലും ഭയപ്പെടാനോ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ വാക്ക് കേട്ട് എടുത്തിയാടാനോ ശ്രമിക്കുന്ന ആളല്ല. ചെന്നിത്തല കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം കേരളത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷനായിരുന്നു 8 കൊല്ലത്തോളം. അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രിയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവായിരുന്നു 2016 മുതൽ 21 വരെ. എന്നാൽ 2ാം ടേമിൽ അദ്ദേഹത്തിൻ്റെ വീഴ്ചയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള MLA വരെ വി ഡി സതീശൻ ഹൈജാക്ക് ചെയ്തു എന്നാണ് ചെന്നിത്തലയുടെ അനുകൂലികൾ പറയുന്നത്. രമേശ് ചെന്നിത്തല വരെ പറഞ്ഞ കാര്യമാണ്, പരസ്യമായി തന്നോട് ചോദിക്കാതെയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ പലതും നടപ്പിലാക്കിയത്, ഏകപക്ഷീയമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തത വേണം എന്ന് ഹൈക്കമാൻഡിനോട് വളരെ വ്യക്തമായി വിനയപൂർവ്വം പറഞ്ഞിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. ഹരിപ്പാട് നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് കേവലം ഒരു MLA ആകാൻ വേണ്ടിയല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബേസ് ഉണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് ബേസും സ്വീകാര്യതയും ഒന്നും സതീശനെന്നല്ല, കേരളത്തിൽ തന്നെ വേറൊരു കോൺഗ്രസ് നേതാവിനും ഉമ്മൻചാണ്ടിക്ക് ശേഷം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കെ സുധാകരനെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങിയിരിക്കുകയാണ്. അത് വി ഡി സതീശനെ ഒതുക്കാനോ അല്ലെങ്കിൽ സണ്ണി ജോസഫിനെയോ ഇപ്പോഴത്തെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെ തളർത്താനോ വേണ്ടിയല്ല. എന്നാൽ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കേണ്ടത് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലായതോടെയാണ് കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്ന് തന്നെ ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. കെ സുധാകരനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. കാരണം അദ്ദേഹം കേരളത്തിൽ നിയമസഭയിൽ മന്ത്രിസഭയുടെ ഭാഗമായി ഉണ്ടാവേണ്ടതാണ്. പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് പോലെ ആയിരിക്കില്ല കെ സുധാകരൻ ആഭ്യന്തരമന്ത്രിയായാൽ എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയും കെ സുധാകരനെ ആഭ്യന്തരമന്ത്രിയും ആക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകണം എങ്കിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണം. കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണമെങ്കിൽ വി ഡി സതീശൻ്റെ അപ്രമാദിത്വം തടഞ്ഞേ പറ്റൂ.